ഇവിടെ 5 പവന്റെ ഒരു മാല കൊണ്ട് വെച്ചിട്ടുണ്ട്, കട്ടിക്കുള്ള. എടുക്കട്ടെ മോനെ? നിന്റെ വീട് പണിയുടെ ടൈലൊക്കെ ഇട്ടോ മക്കളെ? മോളെ, നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ മക്കളെ? നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ? എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, തുച്ഛമായ വേതനത്തിന്. അന്ന് നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ നിമിത്തം ഇന്നും ഞങ്ങൾ അതെന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കില്ല മോളെ. നിങ്ങൾക്കിത് വേണമായിരുന്നോ? ഞങ്ങളെടുത്ത് ഇത് ചെയ്യണമായിരുന്നോ? നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്? മോളെ, നിന്നെ ഇവിടെ കൊണ്ടുവന്നേ തിരുവല്ലത്തുനിന്നല്ലേ മോനെ? കട്ടിയുള്ള ഈ സ്വർണം സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു. അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. MBA പഠിക്കുന്ന വിവാഹിതയായ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ മറ്റൊരു സുഹൃത്തിനെ സഹായിക്കുന്നത് ദോഷമാണോ? അല്ലേ അല്ല. പക്ഷേ MBA പഠിക്കുന്നത് മോഷണത്തിനുള്ള ഡിഗ്രി അല്ലെന്ന് പാലോട് സ്വദേശിനിയായ സ്നേഹയ്ക്ക് മനസ്സിലായത് ചടയമംഗലം പോരേടത്തുള്ള ജുവലറി എത്തിയപ്പോഴാണ്. സുഹൃത്തായ നെടുമങ്ങാട് സ്വദേശി സുജിത്തിൻ്റെ 10 ലക്ഷം രൂപയുടെ കടം തീർക്കാനാണ് സ്നേഹ ഈ കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ സുജിത്ത് കൂടെ കൂട്ടിയത് നല്ലവണ്ണം ഒരു കള്ളത്തരം പോലും ചെയ്യാനറിയാത്ത കൂട്ടുകാരിയാണെന്ന് അവസാനം മോഷണം 8 നിലയിൽ പൊട്ടിയപ്പോഴാണ് അറിയുന്നത്. ജുവലറിയിൽ നിന്നും നോക്കാനായി എടുത്ത മാല സ്നേഹ കൈക്കലാക്കിയെന്ന് കരുതിയാണ് പാവപ്പെട്ട കൂട്ടുകാരൻ പെപ്പർ സ്പ്രേയൊക്കെ അടിച്ച് ജുവലറിയിലെ ജീവനക്കാരെ വിരട്ടിയത്. വെറുതെ കള്ളൻ എന്ന പേരും പിടിച്ചു. MBAക്കാരി സ്നേഹ എന്ന ഒന്ന് നേരെ ചൊവ്വേ കള്ളത്തരം പോലും നടത്താനറിയാത്ത കൂട്ടുകാരിയെ കൂടെ കൂട്ടിയ സുജിത്തെ, നീ ഇന്നാലും ഒരു മരമണ്ടനായിപ്പോയല്ലോ. തിരക്കഥയൊക്കെ എഴുതി തയ്യാറാക്കി രണ്ടുപേരും ഒരുപാട് യാത്ര ചെയ്താണ് ചടയമംഗലത്തെത്തിയത്. ജുവലറിയിലെ ചേച്ചിയുടെ ഭാഗ്യത്തിന് എല്ലാ തിരക്കഥയും സെക്കൻഡ് കൊണ്ട് പൊളിഞ്ഞു. കൂട്ടുകാരന് വേണ്ടി MBAക്കാരി ജയിലിലുമായി. മുൻപ് ഇതുവരെയും കളവ് നടത്തി പരിചയമില്ലാത്ത സുജിത്തിനെയും സ്നേഹയെയും 42 മണിക്കൂർ കൊണ്ട് പൊക്കിയ ചടയമംഗലം CI സുനീഷിനും സംഘത്തിനും ഈ യുവതിയും യുവാവും കാരണം കുറഞ്ഞപക്ഷം ഒരു മെഡലിലേക്കെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയായി. മോഷണം നടത്താതെ മോഷ്ടിച്ച് ജയിലിലായ കൂട്ടുകാരിക്കും കൂട്ടുകാരനും ചടയമംഗലം പോലീസ് ഒരു നന്ദിയെങ്കിലും പ്രകാശിപ്പിക്കണം. ഇവരുടെ മണ്ടത്തരം ഉണ്ടായതുകൊണ്ടല്ലേ ഒരു നല്ല അന്വേഷണം നടത്താനും പ്രതികളെ കൊടുക്കാനും കഴിഞ്ഞത്. ഇവിടെ നിങ്ങളായിട്ടല്ലേ വണ്ടി തടയാൻ വന്ന ആരായിരുന്നല്ലോ? വണ്ടി തടയാനായിട്ട് അതിന് വന്ന സംഭവം അറിയാമോ? ഇല്ല. ശരി. സ്വർണം വാങ്ങാനെന്ന വ്യാജേന കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട്. അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കളഞ്ഞായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അന്വേഷണത്തിൽ 2 ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള 2 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു സ്ത്രീയാണ്, മറ്റത് പുരുഷനാണ്. അപ്പോൾ അതിൽ അവർ 2 കുടുംബ സുഹൃത്തുക്കളാണ്. ഇവിടുത്തെ ചടയമംഗലം സ്റ്റേഷനിലെ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞത എല്ലാം ഉണ്ട്. എൻ്റെ ഇത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവർ അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേസ്. അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതം ഈ പ്രകാരം ഈ സ്വർണം സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു. അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു. അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഒരിടത്തുള്ള നമ്മളെ ഈ ജുവലറിയിലാണ്. അവിടെ ആൾ കുറവായിരുന്നു. അവരല്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ്, അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മൾ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും.